നമസ്കാരം. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട് നമ്മുടെ രാജ്യത്ത്. അദ്ദേഹത്തിൻ്റെ ജോലി നമ്മുടെ രാജ്യത്ത് ജനിക്കുന്ന ആൾക്കാരുടെയും മരിച്ചു പോകുന്നവരുടെയും കണക്ക് സൂക്ഷിക്കുക എന്നതാണ്. അപ്പോൾ അദ്ദേഹം ഈയൊരു സമയത്ത് 2023 വരെയുള്ള ചില കണക്കുകൾ പുറത്തുവിട്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചു. അതുകൂടാതെ ഒരു 2 ആഴ്ച മുമ്പ് എനിക്ക് ഒരു സുഹൃത്തുണ്ട്, എന്നേക്കാൾ സീനിയറാണ് അദ്ദേഹം. ISROയിൽ നിന്നും വിരമിച്ച ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരു ചെറിയ റൈറ്റപ്പ് അദ്ദേഹം കൂടെ അംഗമായിരിക്കുന്ന ചില ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിലിട്ടിരുന്നു. അത് വാക്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കും ഇദ്ദേഹം പറഞ്ഞ ആ വാക്സിനെ കുറിച്ചുള്ള ചില ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ പലരും ചിന്തിച്ചിട്ടില്ലാത്ത ചില വസ്തുതകളും നിങ്ങളുടെ മുമ്പിലേക്ക് ഒരുമിച്ച് അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന കണക്കനുസരിച്ച് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ജനനങ്ങൾ കുറയുന്നു, മരണങ്ങൾ കൂടുന്നു. 2022 കുറേ കൂടി കൂടുതൽ ആൾക്കാർ 2023 മരിച്ചിട്ടുണ്ട്. എന്നാൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണക്ക് അദ്ദേഹം പുറത്തുവിട്ടത് 2020 നമ്മുടെ രാജ്യത്ത് ഈ ലോകം മുഴുവനും കൊറോണ എന്ന് പറയുന്ന ഭീകര മഹാമാരി വന്നത്. ഒരു മഹാമാരി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആൾക്കാർ അതുമൂലം മരിക്കണം. മഹാമാരി എന്ന പേര് തന്നെ ഒരുപാട് ആൾക്കാരുടെ ജീവനെടുക്കുന്ന ഒരു രോഗം, വേഗം പടർന്നു പിടിക്കുന്ന ഒരു രോഗമെന്നാണ്. അപ്പോൾ 2020 സ്വാഭാവികമായിട്ടും മഹാമാരി വന്ന വർഷമായതുകൊണ്ടും പ്രത്യേകിച്ചും ഫലപ്രദവും സുരക്ഷിതവുമായ വാക്സിൻ ഇല്ലാതിരുന്ന വർഷമായപ്പോൾ മരണങ്ങൾ ഒരുപാട് കൂടേണ്ടതാണ്. പക്ഷേ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് 2020 അതായത് മഹാമാരി വന്ന വർഷം 81.2 ലക്ഷം ആൾക്കാർ മാത്രമാണ് മരിച്ചത്. അതായത് 81,20,000 പേരാണ് 2020 മരിച്ചത്. ഇതൊരു ഭീകരമായ കണക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 2021 കണക്ക് നിങ്ങൾ അറിയണം. 2021 ഇന്ത്യയിൽ മൊത്തം മരിച്ചത് 1,02,00,000 പേരാണ്. അതായത് 2020 21 ലക്ഷം പേര് കൂടുതലാണ് 2021 മരിച്ചത്. എന്താണ് 2021 പ്രത്യേകത? 2021 പ്രത്യേകതയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് 2022 2023 മൊത്തം മരണങ്ങൾ അറിയണമല്ലോ. 2022 ഇന്ത്യയിലെ മൊത്തം മരണങ്ങൾ എന്ന് പറയുന്നത് 86.5 ലക്ഷമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 86,50,000 പേര്. 2023 ഇന്ത്യയിലെ മൊത്തം മരണം എന്ന് പറയുന്നത് 86,60,000 അപ്പോൾ നിങ്ങൾ 2020, 21, 22, 23 എന്നീ വർഷങ്ങളിലെ ഇന്ത്യയിലെ മൊത്തത്തിലെ മരണങ്ങൾ നോക്കുമ്പോൾ 20 മഹാമാരി വന്ന വർഷമാണ് ഏറ്റവും കുറവ്. അപ്പോൾ 2020, 21, 22, 23 ഈ 4 വർഷങ്ങളും നമ്മൾ കൊറോണയുടെ ഒപ്പം ജീവിച്ചു എന്ന് പറയപ്പെടുന്ന വർഷങ്ങളാണ്. അതിൽ ഏറ്റവും കുറവ് ആൾക്കാർ മരിച്ചത് ഈ വൈറസ് ആദ്യം വന്ന സമയത്താണെങ്കിൽ ആദ്യം വന്ന വർഷമാണ്. അതാണ് അത്ഭുതം. കാരണം ഒരു വൈറസ്, അതായത് നമ്മുടെ ഈ മെഡിക്കൽ സയൻസിൻ്റെ സിദ്ധാന്തം അനുസരിച്ചിട്ട് ഒരു വൈറസ് ആദ്യമായിട്ട് വരുമ്പോൾ, ഒരു മഹാമാരിയുടെ രൂപത്തിൽ ഒരു വൈറസ് ആദ്യമായിട്ട് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും കരുത്ത് ആ സമയത്താണ്. പിന്നീട് അതിൻ്റെ കരുത്ത് മെല്ലെ മെല്ലെ കുറഞ്ഞ് അതങ്ങ് ഇല്ലാതാകുമെന്നാണ് അവർ പറയുന്നത്. ഒരിക്കലും വൈറസുകൾ രോഗമുണ്ടാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഇവർ പറയുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ വർഷം 2020 ഈ വൈറസ് വന്ന് അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കേണ്ടിയിരുന്നത്. എന്നാൽ നമ്മൾ കാണുന്നത് ആ വർഷമാണ് ഏറ്റവും കുറവ് ആൾക്കാർ മരിച്ചത് എന്നാണ്. ഈ 21 എന്ന് പറയുന്ന വർഷത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മളിവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. എന്താണ് 21 പ്രത്യേകത? 2021 ഫലപ്രദവും സുരക്ഷിതവുമായ വാക്സിൻ ഇവിടെ കൊടുത്തത്, കൊറോണ വാക്സിൻ. ഈ കൊറോണ വാക്സിൻ കൊടുത്ത വർഷമാണ് 21 ലക്ഷം മരണങ്ങൾ അധികം. നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ അതൊക്കെ കൊറോണ മരണങ്ങളായിരിക്കില്ലേ എന്ന്? അല്ല, ഞാനല്ല പറയുന്നത്, സർക്കാരാണ്, ഇന്ത്യൻ സർക്കാരാണ് പറയുന്നത്. ഇന്ത്യൻ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ആകെ 5,33,000 പേരാണ് കൊറോണ ബാധിച്ച് ഇന്ത്യയിൽ മരിച്ചിട്ടുള്ളത്. 5,33,000 പേര്. ഇതിലേതാണ്ട് 1.5 ലക്ഷം പേര് മരിച്ചിരിക്കുന്നത് 2020. 2020 കൊറോണ ബാധിച്ച് ഇന്ത്യയിലാകെ 1.5 ലക്ഷം പേര് മരിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ 3.5 ലക്ഷം മാത്രമാണ് വാക്സിൻ കൊടുത്ത വർഷം. വാക്സിൻ കൊടുത്ത 2 വർഷങ്ങൾ 2021 22 നമുക്ക് 23 കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ 3 വർഷങ്ങളിലുമായിട്ട് കൊറോണ ബാധിച്ച് ഇന്ത്യയിൽ മരിച്ചതായിട്ട് സർക്കാർ പറയുന്നത് ഏതാണ്ട്
3.5 ലക്ഷം ആൾക്കാർ മാത്രമാണ്. 3.8 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഏതാണ്ട് ഒരു 1.25 ലക്ഷം ആൾക്കാർ വീതം മാത്രമേ കൊറോണയുടെ അക്കൗണ്ടിൽ പോകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2021 എങ്ങനെയാണ് 21 ലക്ഷം പേര് കൂടുതൽ മരിച്ചത്? 2021 വാക്സിൻ ഒഴികെ മറ്റ് എന്ത് പൊതുവായ കാരണമാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സർക്കാരിനും ആരോഗ്യ വിദഗ്ധർക്കും അങ്ങനെ ചിന്തിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്, 2021 കൊറോണ വാക്സിൻ കൊടുത്തതൊഴികെ മറ്റെന്ത് കാരണമാണ് ഇത്രയേറെ മരണങ്ങൾ കൂടാൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നത്? അപ്പോൾ 2021 സംഭവിച്ച 21 ലക്ഷത്തോളമുള്ള അധിക മരണങ്ങൾ, 2022 23 തുടരുന്ന അധിക മരണങ്ങൾ, 2021 അത്ര ഇല്ലെങ്കിൽ പോലും നമ്മൾ 2020 കമ്പയർ ചെയ്യുമ്പോൾ 5 ലക്ഷത്തോളം ആൾക്കാർ വീതം 22 23 കൂടുതലായിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് നമ്മുടെ നാട്ടിലെ ആരോഗ്യ വിദഗ്ധരോട്, 2021 ഇത്രയേറെ മരണങ്ങൾ ഇന്ത്യയിൽ കൂടാൻ കൊറോണ വാക്സിനേഷൻ അല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തായിട്ടുള്ള ISROയിൽ ജോലി ചെയ്യുന്ന സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഒരു ചെറിയ റൈറ്റപ്പ് എഴുതി ഡോക്ടർമാരുടെ ഗ്രൂപ്പിലിട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരൊറ്റ ഡോക്ടർ പോലും അതിനെ ചോദ്യം ചെയ്തില്ലെന്ന് മാത്രമല്ല, ഭൂരിപക്ഷം ഡോക്ടർമാരും അത് സത്യമാണെന്ന് സമ്മതിച്ചു എന്നാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് പല ആൾക്കാരും വാക്സിനേഷനെ എതിർക്കുന്നത് വാക്സിനിൽ ചില ഹെവി മെറ്റൽസും അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ രക്തത്തിലേക്ക് ചെല്ലുമ്പോൾ അത് അവിടെ പ്രതിപ്രവർത്തനം ഉണ്ടാക്കും. ഇതിനാണ് സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാക്സിനിൽ അടങ്ങിയിരിക്കുന്ന ഈ വസ്തുക്കൾ ഉള്ളതുകൊണ്ട് അതിനെ എതിർക്കുന്നു, സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു എന്ന കാരണം കൊണ്ട് അതിനെ എതിർക്കുന്ന ആൾക്കാരാണ് പൊതുവിൽ അതിനെ എതിർക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വാക്സിനേഷനെ റിജക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടല്ല, സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു എന്ന കാരണം കൊണ്ടല്ല, മറിച്ച് വാക്സിൻ്റെ തിയറി തന്നെ തെറ്റാണെന്നാണ്. വാക്സിൻ തിയറി തന്നെ ശാസ്ത്രത്തിനും കോമൺ സെൻസിനും എതിരായിട്ടുള്ള ഒന്നാണ്. കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞത്, നമ്മളെ ബാധിക്കാത്ത ഒരു വൈറസ്, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൂടാത്ത ഒരു വൈറസിനെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന പ്രക്രിയയാണ് വാക്സിനിലൂടെ നടക്കുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, ഒരു വൈറസ് പോലും നമ്മുടെ രക്തത്തിലേക്ക് നേരിട്ട് കടക്കുന്നില്ല. നമ്മൾ വൈറസ് ഉള്ള ഒരു സ്ഥലത്ത് എന്നാൽ, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ ഈ വൈറസ് തിയറിയിൽ വിശ്വസിക്കുന്ന ആളല്ല. എങ്കിലും ഇവിടെ ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അവരുടെ തിയറി വെച്ച് മാത്രം സംസാരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വൈറസുകൾ കൂടുതലായിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ വൈറസുകൾ നമ്മളെ ആക്രമിച്ചാൽ ആ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് ഇതിലേ കൂടിയാണ് വരുന്നത്. ഒന്നുകിൽ നമ്മുടെ മൂക്കിൽ കൂടെ, നമ്മുടെ ശ്വാസത്തിലൂടെ അകത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ, വെള്ളത്തിലൂടെ അകത്തേക്ക് പോകുന്നു. ഒരിക്കലും നമ്മുടെ രക്തത്തിലേക്ക് ഒരു വൈറസും നേരിട്ട് കയറുന്നില്ല. അങ്ങനെയാണെങ്കിൽ രക്തത്തിലേക്ക് നേരിട്ട് കുത്തുന്ന വാക്സിൻ ബോഡിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഡിഫൻസ് ഉണ്ട്. ആ ഡിഫൻസിന് യാതൊരു വിധമായിട്ടുള്ള ഇമ്പോർട്ടൻസും കൊടുക്കാതെ, ആ ഡിഫൻസിനെ കൗണ്ട് ചെയ്യാതെയാണ്, അതിനെ പരിഗണിക്കാതെയാണ് കുത്തിവെക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ന്യൂട്ടൻ്റെ ലോ അനുസരിച്ച് ഫോർ എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ ആക്ഷനുകൾക്കും ഒരു ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഏതൊരു ഫോറിൻ ബോഡിക്കും, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ബാക്ടീരിയ, ഏതൊരു അണു, ഏതൊരു വൈറസും, അതിനെതിരെ ഈക്വലായിട്ട് തന്നെ നമ്മുടെ ആൻറ്റിബോഡികൾ ഉണ്ടാക്കും. ഇത്തരത്തിലുള്ള ഫോറിൻ ബോഡിയിൽ നിന്നും നമ്മുടെ ശരീരം രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇത് മെഡിക്കൽ സയൻസ് അംഗീകരിക്കുന്ന ഒരു തിയറിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വൈറസ് ഒരിക്കലും രക്തത്തിലേക്ക് നേരിട്ട് കടക്കുന്നില്ല എങ്കിൽ വാക്സിനേഷൻ എങ്ങനെയാണ് രക്തത്തിലേക്ക് നേരിട്ട് കൊടുത്ത് അത് ഇമ്മ്യൂണൈസേഷൻ ആണെന്ന് പറയുന്നത്? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതായത് നിങ്ങളുടെ മൂക്കിലൂടെ വായിലൂടെ അല്ല നിങ്ങൾക്ക് ഒരു വാക്സിൻ നൽകുന്നത്, മറിച്ച് രക്തത്തിലേക്ക് നേരിട്ട് കുത്തുകയാണ്. അങ്ങനെ രക്തത്തിലേക്ക് നേരിട്ട് കുത്തുമ്പോൾ സംഭവിക്കുന്നതാണ്, നമ്മുടെ ശരീരത്തിന് ഇവർ കുത്തിവെക്കുന്ന വൈറസിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കാനുള്ള ആ സ്വാഭാവികമായിട്ടുള്ള സാവകാശം കിട്ടാതെ പോവുകയാണ്. നമ്മുടെ മൂക്ക് വഴിയോ വായ വഴിയോ ഒരു വൈറസ് ശരീരത്തിൽ കയറുമ്പോൾ ശരീരം ആൻറ്റിബോഡി ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അതേ മാർഗത്തിൽ കൂടി മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് ഏത് വൈറസും, അത് വാക്സിനിലൂടെ ആയാലും ശരി അല്ലാതായാലും ശരി, കയറാവൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. അതായത് നമ്മുടെ രക്തത്തിലേക്ക് നേരിട്ട് ഒരിക്കലും ഒരു സാധനം കുത്തിവെക്കാൻ പാടില്ല, ഒരു മരുന്ന് കുത്തിവെക്കാൻ പാടില്ല.
ഈ രക്തത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്നതിൻ്റെ അശാസ്ത്രീയത എന്താണ്, അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രവർത്തനം അനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട ഊർജ്ജം ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന, ശരീരം ഉണ്ടാക്കുന്ന കൊളസ്ട്രോളും ശരീരം ഉണ്ടാക്കുന്ന ഷുഗറും ഗ്ലൂക്കോസും മറ്റുമാണ് രക്തത്തിലേക്ക് കരൾ വഴി കലർത്തപ്പെടുന്നത്. അപ്പോൾ കരൾ എന്ന് പറയുന്നത്, എൻ്റെ മറ്റൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം കരളിനെ വിളിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് എന്നാണ്. നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചാലും ശരി, അത് ശരീരത്തിന് വേണോ വേണ്ടയോ, അത് റിജക്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ സ്വീകരിക്കണോ, സ്വീകരിച്ചാൽ എത്ര കണ്ട് സ്വീകരിക്കണം മുതലായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കരളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ചില വസ്തുക്കൾ കഴിക്കുമ്പോൾ ഛർദ്ദിക്കുന്നത്. വിഷം കഴിച്ചു കഴിഞ്ഞാൽ ശരി, അതിനെ ശരീരം പുറത്തു കളയാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കരൾ അതിനെ പുറത്തു കളയാൻ ശ്രമിക്കുന്നത്. നമുക്ക് വേണ്ടാത്ത സാധനമാണ്. അപ്പോൾ കരളിൻ്റെ അനുമതിയില്ലാതെ, കരളിൻ്റെ കൺട്രോൾ ഇല്ലാതെ നമ്മുടെ രക്തത്തിലേക്ക് നേരിട്ടൊന്നും കയറാൻ പാടില്ല എന്നുള്ളതൊരു ശാസ്ത്രമാണെങ്കിൽ, അതിനെ ലംഘിക്കുന്ന ഒരു ശാസ്ത്രമാണ് വാക്സിനിൽ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ രക്തത്തെ നേരിട്ട് മലിനപ്പെടുത്തുന്ന ഒരു ശാസ്ത്രമാണ് വാക്സിനിലുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 2021 21 ലക്ഷം പേര് 2020 കൂടുതൽ മരിച്ചെങ്കിൽ, ആ വർഷമാണ് ഇവിടെ എല്ലാവർക്കും വ്യാപകമായിട്ട് വാക്സിൻ കുത്തിവെച്ചതെങ്കിൽ, നമ്മൾ ആ മരണങ്ങളുടെ കാരണം തേടി വേറെ എവിടെയെങ്കിലും പോകണം. എന്നാൽ ഈ ഒരു കാരണത്തെ പരിഗണിക്കുന്ന ഒരൊറ്റ മെഡിക്കൽ സയൻസിൻ്റെ വിദഗ്ധരെ നിങ്ങൾക്ക് ഈ ലോകത്തൊരിടത്തും കാണാൻ പറ്റില്ല, ചുരുക്കം ചിലരൊഴികെ. ആ ചുരുക്കം ചിലരെയൊക്കെ മറ്റുള്ളവർ അശാസ്ത്രീയരെന്നോ അല്ലെങ്കിൽ അശാസ്ത്രവാദികളെന്നോ ഒക്കെ വിളിച്ച് അവരെ അങ്ങ് ഒതുക്കും. പക്ഷേ ഈ കണക്ക്, നമ്മുടെ മുമ്പിൽ തലപൊക്കി നിൽക്കുന്ന ഈ കണക്ക് എന്ത് പറഞ്ഞ് ന്യായീകരിക്കാൻ ഇവർക്ക് സാധിക്കും എന്നാണ് എൻ്റെ ചോദ്യം.